ധ്യാനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ധ്യാനം പൂർത്തിയാക്കാൻ പറ്റുമെന്ന്. കാരണം എന്നോട് ആദ്യമേ ഞാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ അധികാരികൾ പറഞ്ഞു അവിടെ നില്ല്, ഈ പ്രശ്നമൊന്ന് സോൾവ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ വെള്ളത്തിലായിരിക്കും. പിന്നെ അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ സിസ്റ്റർ പൊയ്ക്കോന്ന്. ഞാൻ വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു ചിലപ്പം വക്കീലുമാർ വരുവാണെങ്കിൽ സിസ്റ്റർ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എങ്കിലും അവസാനം പറഞ്ഞു ഇപ്പം അതിനുള്ള സാഹചര്യം ഇല്ല, ഓണം കഴിഞ്ഞേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കിവിടെ ധ്യാനം കൂടാൻ പറ്റിയത്. രണ്ടാമത് എനിക്ക് മിനിങ്ങാന്ന് നല്ല ടെമ്പറേച്ചറും ശ്വാസമുട്ടും വന്ന് ഞാൻ വിചാരിച്ചു തിരിച്ചു പോയേക്കാം എന്ന്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം പോയി കിടന്നു കുറച്ച് നേരം, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിച്ചു. ഞാൻ കുറച്ച് നേരം പോയി കിടന്നിട്ട് എല്ലാവരും എന്നോട് പറഞ്ഞു കിടക്ക് ശാലിനി, റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് മുള്ളു കൊള്ളുന്നത് പോലെയാണ്, ഞാൻ പോയി വചനം കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും എനിക്ക് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഫാൻ കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ പുറകിൽ പോയിരിക്കുകയാണ് ചുമയുള്ളതുകൊണ്ട്. അങ്ങനെ ഈ വചനം കേൾക്കാൻ അല്ലെ ഈ ധ്യാനം കൂടാൻ കർത്താവ് എന്നെ ശക്തമായ ഒരഭിഷേകം തന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഈ ധ്യാനം കൂടത്തില്ലായിരുന്നു. വളരെയധികം കൃപാവരം ലഭിക്കുന്ന ഈ ധ്യാനം ഒഴിവായിരുന്നെങ്കിൽ ഞാൻ പഴയതുപോലെ വീണ്ടും ജീവിച്ചേനെ. കാരണം എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എങ്ങനെ ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ മാനേജ് ചെയ്യും, ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളെ. അപ്പോൾ എനിക്ക് എപ്പോഴും ആകുലതയാണ് ഈ കുട്ടികളെ എങ്ങനെ നയിക്കും. ഓരോ പ്രശ്നവും പുതിയതായി ഓരോ ദിവസം സ്കൂളിലുണ്ടാവുമ്പം ഞാൻ വിചാരിക്കും ദൈവമേ ഇതങ്ങ് കളയാം. 3 പ്രാവശ്യം ഞാൻ മദറിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് വയ്യാന്ന്. അപ്പം മദർ വളരെ വിഷമത്തോടു കൂടി എന്നെ നോക്കിയപ്പം ഞാനങ്ങ് അലിഞ്ഞു പോയി. ശരി ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ പ്രവർത്തിക്കേണ്ടത്. എനിക്ക് ജ്ഞാനത്തിൻ്റെ വരത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഉൾബോധ്യം തീർച്ചയായിട്ടും എനിക്ക് കിട്ടി. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാനിനി എന്ത് ചെയ്താലും എന്ത് പ്രശ്നം ഉണ്ടായാലും അത് കർത്താവാണ് അതിലിടപെടുന്നത് എന്നുള്ളൊരു ബോധ്യവും ഉൾക്കാഴ്ച എനിക്ക് ലഭിച്ചു. പിന്നെ ഓരോ നിമിഷം ഓരോ വചനവും പുതിയ അറിവോടുകൂടി കിട്ടിയപ്പോൾ, പുതിയ ഉൾക്കാഴ്ചയോട് കിട്ടിയപ്പോൾ ഞാനതൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ഇനി രാവിലെ എഴുന്നേറ്റ് ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു നമ്മുടെ നിയമത്തിന് യോജിക്കാത്ത എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ എനിക്കൊരു മനസ്സ് വിഷമി, കൊച്ചുങ്ങളെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാൻ വിചാരിക്കും വേണ്ട, ഇനി അങ്ങനെ പറഞ്ഞുകൂടാ. ഇനി കർത്താവെ അവരെ പരിശുദ്ധാത്മാവ് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. ആരിൽ എന്ത് തെറ്റ്, ഇപ്പോൾ എൻ്റെ തെറ്റ് ആരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. മറ്റുള്ളവർ കാണുന്ന തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ തമ്പുരാൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കണം എന്നുള്ള ഒരു ഉൾക്കാഴ്ച കൂടി എനിക്ക് ഈ ധ്യാനത്തിലൂടെ കിട്ടി. താങ്ക് യു.